ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ എങ്ങനെ അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല ഈസിയിൽ ഉണ്ടാക്കാനായിട്ട്. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിന് മെയിനായിട്ട് വേണ്ടത് മെഴുകുതിരികളാണ്. അപ്പോൾ ഞാനിവിടെ 3 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എത്രയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറക്കുക ചെയ്യാം. ഇതൊരു പാത്രത്തിലിട്ട് ഒന്ന് മെൽട്ടാക്കാനായിട്ട് വെക്കണം. പിന്നെ കളേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ക്രയോൺസ് യൂസ് ചെയ്യാം. ഏത് കളറിലെ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചുള്ള ക്രയോൺസ് ഇതിൽ പൊട്ടിച്ചിടാം. അപ്പോൾ ഇത് ഉരുക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഈ പാത്രം വെച്ച് കൊടുക്കുക. ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ യെല്ലോ കളർ ക്രയോൺ ഞാനതിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇത് മെൽറ്റായി വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തീരി ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുക. അധിക സമയം പുറത്ത് വെച്ചാൽ ഇത് വീണ്ടും കട്ടായി പോവും. അപ്പോൾ ചെറിയ ചൂടോട് തന്നെ ചെയ്യാൻ നോക്കുക. ഇനി വേണ്ടത് ഒരു ബൗളിൽ തണുത്ത വെള്ളം വേണം. പിന്നെ ഇതുപോലെ കമ്പുകൾ എടുത്തിട്ടുണ്ട്. ഇതിന്മേലാണ് ഞാൻ ഫ്ലവർ വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വിരൽ തണുത്ത വെള്ളത്തിൽ മുക്കുക, പിന്നെ മെഴുകിൽ മുക്കുക, വീണ്ടും തണുത്ത വെള്ളത്തിലും മെഴുകിലും മുക്കിയിട്ട് കമ്പിലൊന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ പിടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ ഉറച്ചു പോവും. അപ്പോൾ ഇതിന്മേൽ കമ്പ് പിടിയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ഒരു 4-5 പ്രാവശ്യമൊക്കെ ചെയ്താലൊന്ന് പ്രാക്ടീസ് ആവും. ഇതൊന്ന് ഉറച്ചൊരു ഫ്ലവർ ഷേപ്പിലാവുമ്പോൾ തന്നെ നമുക്ക് വിരൽ ഇതിൽ നിന്നൊന്ന് വിട്ടെടുക്കാം. ആദ്യം കുറച്ച് ടൈമൊക്കെ എടുക്കും. പിന്നെ ആ ഒരു നാക്ക് മനസ്സിലായാൽ വേഗം ചെയ്തെടുക്കുക. അപ്പോൾ കണ്ട ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കളറ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് കളറൊക്കെ ആണെങ്കിൽ ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഡാർക്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോഴേ ഇതിനൊരു ഹൈലൈറ്റ് കിട്ടുള്ളൂ. ഞാൻ പൊതുവെ അങ്ങനെ ക്രാഫ്റ്റ് വർക്കൊന്നും ചെയ്യാറില്ല. വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ് അതിൻ്റെ. ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ചെയ്യാറില്ല. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്ലവർ വേസിൽ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അധികം സാധനങ്ങളോ സമയമോ ആവശ്യമില്ലാതെ നല്ല ഭംഗിയുള്ള പൂക്കൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐഡിയിൽ സെൻഡ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക.